ക്രിസ്തുമസ് ധ്യാനം 23-ാം ദിവസം. ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മിയെ ദർശിക്കാൻ ഒരു ബെത്ലഹേം യാത്ര. ബെത്ലഹേമിലേക്കുള്ള യാത്ര മനുഷ്യാവതാര രഹസ്യത്തിലേക്കുള്ള യാത്രയാണ്. നോമ്പോടും പ്രാർത്ഥനകളോടും കൂടെ നമ്മുടെ ബെത്ലഹേമിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ ഇനി 2 ദിനങ്ങൾ മാത്രം. അതിനാൽ ജനനപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിൽ നല്ല ഒരുക്കത്തോടും ഭക്തിയോടും കൂടെ പങ്കുചേരാനായി ആരാധനക്രമത്തിലെ ചില പ്രാർത്ഥനകൾ നമുക്ക് ധ്യാനവിഷയമാക്കാം. മലങ്കര സുറിയാനി കത്തോലിക്ക ആരാധനക്രമപ്രകാരമുള്ള നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ദൈവമായ കർത്താവേ, വിശുദ്ധ ശ്രോപ്പേന്മാരോടുകൂടെ വിനയപൂർവ്വം നിന്നെ സ്തുതിക്കുവാനും ധന്യരായ ക്രൂബേന്മാരോടുകൂടെ ജാഗ്രതയോടുകൂടെ നിന്നെ വാഴ്ത്തുവാനും ഉത്സാഹപൂർവ്വം നിന്നെ പുകഴ്ത്തുവാനും സ്വർഗീയരോടൊന്നിച്ച് അന്യൂനമായി നിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുവാനും നിഷ്കളങ്കരായ ആട്ടിടയന്മാരോടുകൂടെ നിർലോഭം നിന്നെ മഹത്വപ്പെടുത്താനും വിവേകികളായ ജ്ഞാനികളോടൊപ്പം ഏക മനസ്സോടെ നിന്നെ വന്ദിക്കുവാനും നിന്നെ പ്രസവിച്ച മറിയാമിനോട് ചേർന്ന് അനന്തമായി നിന്നിൽ സന്തോഷിച്ച് ആനന്ദിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പെരുന്നാളുകൾ പേജ് 1. ജനനപ്പെരുന്നാൾ സന്ധ്യയിലെ എത്ര പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: പിതാവായ ദൈവത്തിൻ്റെ മഹനീയ മനസ്സിലെ ഉത്കൃഷ്ട ജ്ഞാനവും സുഗന്ധവാഹിനിയായ വിശുദ്ധ പുഷ്പവുമേ, നിനക്ക് സ്തുതി. പാപത്താൽ ദുർഗന്ധം വമിച്ചിരുന്ന ഞങ്ങളെ നിൻ്റെ വിശുദ്ധമായ നറുമണത്തിൻ്റെ പരിമളത്താൽ ആനന്ദിപ്പിക്കുവാൻ അനുഗ്രഹീതയായ മറിയമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന് നീ ലോകത്തിൽ ആവിർഭവിച്ചു. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, മഹനീയമായ നിൻ്റെ ശ്രേഷ്ഠതയുടെ സുരഭിലവും അദൃശ്യവുമായ ഭംഗി സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ തക്ക ദിവ്യജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പേജ് 16. സന്ധ്യാപ്രാർത്ഥനയുടെ 1-ാം കോലോയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു: ബെത്ലഹേമിൽ വിജ്ഞാനികൾ ഇന്ന് കണ്ടു വിസ്മയിച്ച അത്ഭുതം വർണ്ണിക്കാൻ ആർക്ക് കഴിയും? കാഴ്ചയിൽ അവൻ നിസ്സാര മനുഷ്യനാണെങ്കിലും സത്യത്തിൽ ശരീരം ധരിച്ച ദൈവപുത്രനാകുന്നു. ദൈവപുത്രൻ്റെ സുവിശേഷം ബെത്ലഹേമിൽ ഇന്ന് അറിയിക്കപ്പെട്ടു. അത് വിദ്വാൻമാരെ ആകർഷിക്കുകയും അവർക്ക് വഴിയൊരുക്കുകയും ചെയ്തു. അവരാകട്ടെ കൈകളിൽ കാണിക്കകളും ഹൃദയത്തിൽ വിശ്വാസവുമായി വന്നെത്തുകയും മെശിഹായെ ഗുഹയിൽ പ്രവേശിച്ചു വന്ദിക്കുകയും ചെയ്തു. അർത്ഥം മനസ്സിലാക്കി ഈ പ്രാർത്ഥനകൾ നമുക്ക് ധ്യാനിച്ചൊരുങ്ങാം. സ്വർഗീയരോട് ചേർന്ന് ഉത്സാഹപൂർവ്വം ഈ ദിവ്യ ശിശുവിനെ വാഴ്ത്തി പുകഴ്ത്താനും അന്യൂനമായി അവിടുത്തെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കാനും സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.